ഹലോ, വെൽക്കം ടു ബാംഗ്ലൂർ ഡേയ്സ് പാർട്ട് 3 മാത്രമല്ല, ഇതൊരു ഫൈനൽ ഡേ കൂടാണ്. അതുകൊണ്ട് ഇത് ഭയങ്കര വലിയൊരു വ്ളോഗൊന്നുമല്ല, കുറച്ച് നേരം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും കുറച്ച് സാഡാണ്, കാരണം നമ്മൾ ഇത്ര ദിവസം കൂടെ ഉണ്ടായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ വേറെ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ കോളേജ് ടൈമിൽ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുക, പുറത്ത് പോകുന്ന ഒരു സാറ്റർഡേ സൺഡേ നമ്മൾ ഒരുമിച്ച് കഴിയുന്നു, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. കുറേ നാളിന് ശേഷം കണ്ട് അതിനേക്കാട്ടിലൊക്കെ ഉപരി നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു, എന്നിട്ട് നമ്മൾ എവിടോട്ടോ പിരിഞ്ഞു പോകുന്നു, അങ്ങനത്തെ ഒരു ഫീലാണ് ഈ ലാസ്റ്റ് ദിവസം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മൾ എയർബിഎൻബിന്ന് വെക്കേറ്റ് ആയിട്ട് ശ്രീയുടെ PGയിൽ കൊണ്ടുവന്ന് ലഗേജ് ഒക്കെ വെച്ചിട്ട് അവിടെ നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ നമ്മൾ കോർണർ ഹൗസിൽ വന്നു. ചുമ്മാ കുറച്ച് എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ ട്രൈ ചെയ്യാം, ശ്രീ പറഞ്ഞു ഇവിടുത്തെ നല്ലതാണെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വന്നതാണിത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലെ എഴുന്നേൽക്കുന്നതായാലും അല്ലെങ്കിൽ എയർബിഎൻബിന്ന് വെക്കേറ്റ് ചെയ്യുന്നത്, അവിടെ നമ്മൾ ശ്രീയുടെ PG വരുന്നത്, ഈ വക അവിടുത്തെ ബിറ്റ്സ് ആൻഡ് ഷോട്ട്സ് ഒന്നും എൻ്റെ ഇല്ല. ഞങ്ങൾ എടുത്തിട്ടേ ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ നമ്മളിന്ന് പോകാല്ലേ ഇങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ അതിൻ്റെ ഒരു ഇതിലിങ്ങനെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഒന്നും ഇല്ല. അത് കഴിഞ്ഞപ്പോഴാണ് ശരിയാണല്ലോ എടുക്കണം അങ്ങനെ ഓർത്തിട്ട് പിന്നീട് എടുത്ത പോർഷൻസാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളതൊക്കെ. വളരെ കുഞ്ഞൊരു സ്ഥലമാണെങ്കിലും ഇതിൻ്റെ ആംബിയൻസ് കൊള്ളായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലിരുന്ന് കുറേ പ്രേതക്കഥയും അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ ആംബിയൻസിന് മാച്ച് അല്ല പ്രേതക്കഥ, എങ്കിലും ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അതേപോലെ ബാംഗ്ലൂർ എല്ലാവരും പറയും ഭയങ്കര ട്രാഫിക്കാണ്. എനിക്കറിയില്ല ഈ 3 ദിവസം ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ വേറെ എവിടെയെങ്കിലും പോയതാണോ ദിവ്വാലി ആഘോഷിക്കാനെന്ന്. ഇത്രയും ദിവസം ഇവിടെ ട്രാഫിക് ഭയങ്കര കുറവായിരുന്നു. എങ്ങും അങ്ങനെ ട്രാഫിക്ക് പെട്ട് കിടക്കുക അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തില്ല. കറക്റ്റ് എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഗൈസ്, ഇതെന്താ സാധനം? ഇത് ഡ്രൈ ഫ്രൂട്ട് സെന്റിങ്, ഇത് ഡെഡ് ബൈ ചോക്ലേറ്റ്. ഓക്കെ, സെറ്റ്. അപ്പം സാധനം ഞങ്ങൾ ഇത്രയും പേർക്ക് കഴിക്കാൻ ക്വാണ്ടിറ്റി ഭയങ്കര കണ്ടാൽ ഇച്ചിരി ഉള്ളെങ്കിലും ഞങ്ങൾക്കിത് കഴിച്ച് തീർക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആക്ച്വലി ഒരെണ്ണം വാങ്ങിച്ചാൽ മതിയായിരുന്നു, മടിച്ചു. നെക്സ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഊബർ എടുത്ത് നേരെ കബൂൺ പാർക്കിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ലഞ്ചോ കാര്യങ്ങളോ ഒന്നും കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോകുകയാണല്ലോ. ശ്രീ ആക്ച്വലി ഞങ്ങൾ ബാംഗ്ലൂർ വരാൻ പ്ലാൻ ഇട്ടപ്പോൾ തൊട്ടേ നമുക്ക് കബൂൺ പാർക്കിൽ പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണെന്ന് അപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ശ്രീ അത്രയും പറഞ്ഞാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, അങ്ങനെ ഒന്നും നോക്കിയിട്ട് പോലും ഇല്ലായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് കമ്മലൊക്കെ വിൽക്കുന്ന 2 ചേട്ടന്മാർ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര നല്ല കമ്മലാന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്ന് നോക്കിയെങ്കിലും അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല. വളരെ കഷ്ടപ്പെട്ട് 1 കമ്മലോ 2 കമ്മലോ വല്ലതും എടുത്തതാണായിരിക്കും, കുറേ തപ്പിത്തെരഞ്ഞ്. അതും എനിക്ക് തോന്നുന്നു ആൽബോ ഷേയോ അങ്ങനെ അവരെല്ലാവരും ഒരാൾ എടുത്തതാണ്. അല്ല നമ്മളങ്ങനെ ഭയങ്കര വലിയ കളക്ഷനൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഭയങ്കര നല്ല സ്ഥലം. ഇതിനുള്ളിലേക്ക് കയറിയാൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക, നടന്നു തുടങ്ങിയാൽ തീരത്തേ ഇല്ല. എനിക്ക് തോന്നുന്നു ഇവിടം ഇങ്ങനെ കണ്ടു തീർന്ന് ഒരു ദിവസം ഫുള്ളുണ്ടെങ്കിൽ ഇങ്ങനെ ആസ്വദിച്ച് ഇരുന്ന് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്ഥലമാണിത്. ആക്ച്വലി ഇങ്ങനെ നടന്നപ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും നാളത്തേത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത്. ഇതുവരെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മൾ ഒന്നിച്ചെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പം നിങ്ങൾ തന്നെ കണ്ടത്, നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി തിരിച്ചു വന്നു, നൈറ്റായി, പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒന്നിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളങ്ങ് കിടക്കും. പക്ഷേ ഇത്രയും ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇത്രയും ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ വേറെ പ്രത്യേകിച്ച് തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഭയങ്കര പീസ് ആൻഡ് കാമായിട്ട് നടക്കാൻ പറ്റിയൊരു സ്ഥലം ഇതായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 4 പേരും കൂടെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി എന്നാ ഇങ്ങനെ ഒരു മീറ്റപ്പ് എന്ന് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനിയും ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകണം. ഇനി നമ്മൾ ഇതേപോലെ പൈസയൊക്കെ കൂട്ടി വെച്ച് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചൊരു സ്ഥലത്ത് പോകണം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം അത്ര ഭയങ്കര അടിപൊളിയായിരുന്നു ഇത്രയും ദിവസം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഊബർ എടുത്ത് നമ്മൾ ആക്ച്വലി മെട്രോയ്ക്ക് വരാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ പിന്നെ നമ്മൾ ഊബർ എടുക്കുക ചെയ്തത്, കാരണം മഴ കാരണം. നേരെ VR മോളിൽ തന്നെ വന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. അവിടുന്ന് നെക്സ്റ്റ് ഡേ നമ്മൾ ശ്രീയുടെ PG വന്ന് ബാഗൊക്കെ എടുത്ത് എല്ലാവരും ടാറ്റ ബൈ ബൈ, പാക്കിംഗ് ടു ദെയർ ഓൺ വർക്ക് പ്ലേസസ്. ചിരിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സങ്കടവും കരച്ചിലൊക്കെ കഴിഞ്ഞതാ. അപ്പം ഞങ്ങളുടെ 3 days ഓഫ് ബാംഗ്ലൂർ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.